വൺ പ്ലസിന്റെ 12 നോട്ട് 12 എന്ന് പറയുന്ന മോഡലാണത്. അതിന്റെ 16 GB 512 റാം മോഡലാണ് വാങ്ങിയേക്കുന്നത്. ഏകദേശം മാർക്കറ്റ് പ്രൈസ് ആമസോണിൽ കിടന്നത് 69,000 ആണ്. അതിൽ ഞാൻ നോ കോസ്റ്റ് EMIയും HDFCയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് 51,000 രൂപയ്ക്ക് ഇത് കിട്ടി. 51,000 രൂപ അതിൽ ഏകദേശം 19,000 രൂപയോളം എനിക്ക് ഓഫ് ഉണ്ട് അതിനകത്ത്. അത് താങ്ക് യു നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി സ്പെക്കും പ്രൈസും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് തുറന്നു നോക്കുമ്പോൾ അകത്ത് ഇത് മറ്റേ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് കവറുണ്ട് കേട്ടോ. അതിന്റെ ഫോണിന്റെ കവറുണ്ട്. റെഡ് കേബിൾ ക്ലബ് എന്താണെന്ന് അറിയില്ല. സ്കാൻ ടു ക്ലെയിം വെൽക്കം ബെനിഫിറ്റ്സ് എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഇനി ക്ലെയിം ചെയ്താലേ QR കോഡ് സ്കാൻ ചെയ്താലേ അറിയുള്ളൂ. പിന്നെ അവരുടെ തന്നെ ഒരു എന്താ പറയാ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം യൂഷ്വൽ ഡോക്യുമെന്റ്സ്, ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, സിം ഇജക്ടർ ടൂള്, പിന്നെ അവരുടെ വെൽക്കം നോട്ട്, സേഫ്റ്റി ഗൈഡ് ഇതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ദ ഫോൺ ഇറ്റ് സെൽഫ്. ഞാൻ ഇതില് 3 കളർ ഓപ്ഷൻസാണ് ഉള്ളത്. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഈ പറയുന്ന സാധനം ഫ്ലോയി എമറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറാണ്. ഗ്രീൻ നമ്മുടെ തറയിലൊക്കെ ഇടുന്ന മാർബിളിന്റെ കളറാണിത്. പിന്നെ ഗ്ലേഷ്യൽ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടിയാണ് ഉള്ളത്. ഈ 3 കളർ ഓപ്ഷനാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ള ഫോണുകളെല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് ഗ്രീനിലെടുത്തു. പിന്നെ വൈറ്റ് എനിക്ക് താല്പര്യമില്ല. വൈറ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ അഴുക്കൊക്കെ കൊണ്ട് മഞ്ഞ കളറാവും. അതുകൊണ്ട് അതെടുത്തില്ല. അപ്പൊ ഇത് വെറൈറ്റി കളറാണ്. തറയിലിടുന്ന മാർബിളിന്റെ ഒക്കെ കളർ എമറാൾഡ്, സ്നോയി എമറാൾഡ് എന്നാണ്. ഹാസൽബ്ലാഡ് ക്യാമറ അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓഫ്കോഴ്സ് ഈ വൺ പ്ലസ് കാരന് ഇതുപോലെ സാംസങ് ഐഫോൺ പോലെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അവര് പവർ ബ്രിക്ക് തരുന്നുണ്ട്. ഏകദേശം 100 വാട്ട്സിന്റെ ചാർജറാണിത്, പ്ലസ് അതിന്റെ റെഡ് കേബിള്. അയ്യോ കിടന്ന് ഇരുന്നൊക്കെ വീഡിയോ എടുക്കുക. റെഡ് കേബിളാണ് വരുന്നത്, റെഡും വൈറ്റും ആണ്. അല്ല, ഇപ്പം ഐഫോൺ അതുപോലെ സാംസങ് എല്ലാം അവരുടെ പവർ ബ്രിക്ക് ഇതിന് കൂടെ കൊടുക്കുന്ന പരിപാടി നിർത്തി പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങണം. അപ്പൊ അവർക്ക് ലാഭമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുഞ്ഞ് അൺബോക്സിങ്. ഇതൊക്കെയാണ് കിട്ടിയ സാധനങ്ങൾ. ഫോൺ ഓണാക്കിയിട്ടില്ല. അത്യാവശ്യം ഭാരമുള്ള ഫോണാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോ ഫസ്റ്റ് ഓണാക്കാണ്. OnePlus ആൻഡ്രോയിഡ്. OnePlusന്റെ 12R ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് എത്ര സ്പെക്ക് വൈസ് താഴോട്ടായതുകൊണ്ട് പിന്നെ അതെടുത്തില്ല. ഞാൻ അധികം ക്യാമറ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. ക്യാമറയുടെ ക്വാളിറ്റി അധികം എന്ന് വെച്ചാൽ പ്രിഫർ ചെയ്യുന്ന ആളാണ്. പക്ഷെ അത്യാവശ്യം വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ DSLR ഉണ്ട്. അതുകൊണ്ട് ഇത് വലുതായിട്ട് ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഫോണ് മുകളിലുണ്ടോ? ഓക്കെ. ഇന്ത്യ, യൂസർ അഗ്രിമെന്റ്, പ്രൈവസി ഡീറ്റെയിൽസ്, നെക്സ്റ്റ് സിം. അപ്പം അൺബോക്സിങ് ഇവിടെ കൊണ്ട് നിർത്താം. ഇതിന് സിമ്മൊക്കെ ഇട്ടിട്ടേ പോവുള്ളൂ. ഒരാവശ്യമില്ല. ഇല്ല, മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. വൈഫൈ ആഡ് ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ.